രണ്ട് വനിതാ ഓഫീസർമാരാണ് ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തുന്നത്. പ്രധാനപ്പെട്ടവരാണ് വസന്ത്. രണ്ട് വനിതാ ഓഫീസർമാരാണ് ഈ വാർത്താ സമ്മേളനം നടത്തുന്നത് എന്നതും വളരെ പ്രധാനമാണ്. ഈ ഓപ്പറേഷനെ കുറിച്ച് അവർ വിശദീകരിക്കാൻ പോകുന്നു. ഓപ്പറേഷന്റെ പേരും ഈ വാർത്താ സമ്മേളനവും നമ്മൾ നൽകുന്ന മറുപടിയും എല്ലാം ചേർത്ത് വായിക്കേണ്ടേ. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. വസന്ത് പറഞ്ഞു. അഭിലാഷ്, ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് അതാണ്. അതായത് ഇന്ത്യക്ക് വേണ്ടി വാർത്താ സമ്മേളനം നടത്തുന്നത് രണ്ട് വനിതാ ഓഫീസർമാരാണ്, യുവ ഓഫീസർമാരാണ് ഈ വാർത്താ സമ്മേളനം നടത്തുന്നത്. അതായത് കേണൽ സോഫിയ ഖുറേഷി കരസേനയുടെ, വായുസേനയുടെ, വ്യോമസേനയുടെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവരായിരിക്കും ഇന്ത്യയുടെ സൈനിക നീക്കങ്ങൾ വിശദീകരിക്കുക. അതോടൊപ്പം വിദേശ സെക്രട്ടറി വിക്രം മിശ്രയുമായിരിക്കും ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എന്നാണ് അറിയുന്നത്. ഇന്ത്യക്ക് വേണ്ടി രണ്ട് യുവ വനിതാ ഓഫീസർമാരായിരിക്കും ലോകത്തിനോട് കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ ആ പേരിൽ തന്നെയുണ്ട്. നമ്മൾ കൊടുക്കുന്ന സന്ദേശം എന്താണ്? രാജ്യം നൽകുന്ന സന്ദേശം എന്താണ്? വിനോദസഞ്ചാരത്തിന് പോയ ഉല്ലസിച്ചുകൊണ്ടിരുന്ന കുടുംബങ്ങളെ, അവയിലെ പുരുഷന്മാരുടെ മാത്രം തിരഞ്ഞു പിടിച്ച് വെടിവെച്ചു കൊന്ന ഭീകരതയ്ക്ക് എതിരെ വിധവകളാക്കിയ അമ്മമാരെ ദുഃഖത്തിലേക്ക് തള്ളിവിട്ട, രാജ്യത്തെയാകെ കണ്ണീരിലേക്ക് തള്ളിവിട്ട, ആ കണ്ണുനീരിന് പകരം ചോദിക്കുന്ന ഭീകരർക്കെതിരായ പോരാട്ടമാണ് ഇന്ത്യ തുടരുന്നത്. അതിന്റെ ഭാഗമായി നടത്തിയ സർജിക്കൽ സ്ട്രൈക്കാണ് 9 കേന്ദ്രങ്ങളിൽ പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് ഉൾപ്പെടെ വായുസേന നടത്തിയ ആക്രമണം. വാർത്താ സമ്മേളനം തുടങ്ങാൻ പോകുന്നു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും രണ്ട് യുവ ഉദ്യോഗസ്ഥർ ഈ ഓപ്പറേഷനെ കുറിച്ച് വിശദീകരിക്കാൻ പോകുന്നു. ഇന്ത്യയുടെ ഔദ്യോഗികമായ സ്റ്റേറ്റ്മെന്റ് ഇതാ വരികയാണ്. വാർത്താ സമ്മേളനം ആരംഭിക്കുകയാണ്. രണ്ട് വനിതാ ഉദ്യോഗസ്ഥർ കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ഇപ്പോൾ ഇന്ത്യ നടത്തിയ ഈ ആക്രമണത്തെക്കുറിച്ച്, സംയുക്ത സൈനിക ഓപ്പറേഷനെ കുറിച്ച് വിശദീകരിക്കുകയാണ്. അതിലേക്ക്